Hi, I am Abdul Aziz from Smart Investment. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് പ്ലാനിനെ കുറിച്ചാണ്. ഒരു സന്തോഷ വാർത്ത, ഞാൻ എൻ്റെ 3 കുട്ടികളുടെയും മ്യൂച്വൽ ഫണ്ടിൽ വേണ്ടി ജോയിൻ ചെയ്യിപ്പിച്ചു. അതിൻ്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഈ യൂട്യൂബ് ഇവിടെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നമുക്കിപ്പോൾ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ ഗാർഡിയൻ്റെ പേരിലോ ബാങ്ക് അക്കൗണ്ട് വെച്ച് അവരുടെ അക്കൗണ്ട് ത്രൂ ആയിട്ട് നമുക്ക് SIP മുഖാന്തരം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഗാർഡിയനും അല്ലെങ്കിൽ പാരൻസിൽ പാരൻസിൻ്റെ ഒരാളുടെ നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ പേരിൽ തന്നെ കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പം മ്യൂച്വൽ ഫണ്ട് വരുന്നത് കുട്ടിയുടെ പേരിലായിരിക്കും. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചിൽഡ്രൻ ഫണ്ടിൽ ഇടുകയാണ് എന്ന് വിചാരിക്കുക. ചിൽഡ്രൻ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് 18 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ 5 കൊല്ലം അതിൻ്റെ ലോക്ക്ഡ് ഇൻ പീരീഡ് ഉണ്ട്. ഇത് ചിൽഡ്രൻ ഫണ്ടിലാണ്. അപ്പോൾ ചിൽഡ്രൻ ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ളതാണ്. നമുക്ക് ആ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിസ് ചിൽഡ്രൻ ഫണ്ട് എടുക്കാം, HDFC ചിൽഡ്രൻ ഓർ ICICI പ്രൂഡൻറ്റ് ചിൽഡ്രൻ കെയർ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട് ചിൽഡ്രൻ ഫണ്ട്, SBI മാഗ്നം ചിൽഡ്രൻ ഫണ്ട്, ആദിത്യ ബിർള, ടാറ്റ യങ് സിറ്റിസൺ, UTI SBI മാഗ്നം ചിൽഡ്രൻ ബെനിഫിറ്റ്, UTI CCF സേവിംഗ് പ്ലാൻ. പിന്നെ കുറേ സ്കീംസുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ. കാരണം അത് ചിൽഡ്രൻ ഫണ്ട് ആയതുകൊണ്ട്. അല്ലാതെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മുടെ ഫാദറിൻ്റെ പേരിൽ അല്ലെങ്കിൽ മദറിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, KYC കംപ്ലീറ്റ് ചെയ്തു, അവരുടെ എമൗണ്ട് എല്ലാ മാസവും നമ്മൾ ഒരു 1000 രൂപ അവരുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് അവർക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു ആഫ്റ്റർ 18 ഇയേഴ്സ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാരേജ് ഫണ്ടിന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാം. അപ്പോൾ അവരുടെ ഒരു ഭാവിക്ക് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതെങ്ങനെ തിരിച്ചെടുക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതെങ്ങനെ നമുക്ക് റിഡംഷൻ എടുക്കുന്നത്? പുതിയ സെബിയുടെ റൂൾ അനുസരിച്ച് നമുക്ക് ആ കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമേ നമുക്ക് ആ റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഗാർഡിയൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ പേരിലോ ത്രൂ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ റിഡംഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എയ്തർ ആഫ്റ്റർ 18 ഇയേഴ്സ് നമുക്ക് അവിടെ റിഡംഷൻ ചെയ്യാം, ഓർ നമുക്ക് അതിനെ കണ്ടിന്യൂ ചെയ്ത് ആ കുട്ടിക്ക് തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആ സമയത്ത് നമുക്ക് പാൻ കാർഡും പുതിയ KYC ആ കുട്ടിയുടെ പേരിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് വിചാരിക്കുക. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ SIP ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടി കല്യാണം കഴിച്ചാലും ആ SIP അല്ലെങ്കിൽ ആ ലംസം എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അതൊരു വരുമാന മാർഗമായിട്ട് മാറും. അപ്പോൾ കല്യാണം കഴിച്ചു പോയാലും ആ കുട്ടി മോളുടെ നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മളവിടെ റെഡിയാക്കി കൊടുക്കുകയാണ്. സോ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, മാരേജ് പർപ്പസിന് വേണ്ടി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല, വീണ്ടും ആ കുട്ടിയുടെ പേരിലാണ്, ആ പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് അവർക്കൊരു ഇൻകം സോഴ്സ് ആയിട്ട് അത് മാറ്റാൻ പറ്റുന്നതാണ്. എങ്ങനെ ഇൻകം സോഴ്സ് ആയിട്ട് മാറ്റാം? ആഫ്റ്റർ പെർട്ടിക്കുലർ ഇയേഴ്സ് അവരുടെ മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വെച്ച് നമുക്ക് എല്ലാ മാസവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആ കുട്ടിയുടെ പേരിൽ തന്നെ എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം പ്രോസസ്സായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. സോ പലപ്പോഴും നമ്മളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ജനിച്ച പാടെ നമ്മൾ കൊണ്ടുപോയി ഒരു മോതിരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് 5000 അല്ലെങ്കിൽ 10,000 ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈ 5,000 10,000 തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനെ മ്യൂച്വൽ ഫണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ആ കുട്ടിയുടെ പേരിൽ നമുക്ക് ആ അച്ഛൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ്റെ പേരിലോ നമുക്ക് KYC ചെയ്തിട്ട് ആ 10,000 അവരുടെ പേര് അക്കൗണ്ടിൽ ഇട്ടിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ 10 ഇയേഴ്സ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും മാറി വരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ദേ കൻ യൂസ് ഓൺലി
ഫോർ 2 years or 3 years or maybe or 6 months. അപ്പം അതിന് പകരം നമ്മളൊരു വലിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് കുട്ടികളുടെ പേരിൽ. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ വളരെയധികം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു 5,000 വെച്ച് നമ്മൾ എക്സാമ്പിൾ നമ്മൾ 5,000 വെച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ പേരിൽ കുട്ടി ജനിച്ച് മുതൽ നമ്മൾ 5,000 രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,80,000 രൂപ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടലി അത് വരുന്നത് 55,21,277 ആണ് അതിന്റെ കോർപ്പസ് എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് അത് വരുന്നത്. അത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. 10,000 വെച്ചിട്ട് നമ്മളൊരു കുട്ടി ജനിച്ച പാടെ ഇട്ട് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ പേരിൽ നമ്മൾ 21,60,000 രൂപ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ടോട്ടലി 1.1 CR ആയിട്ട് മാറുന്നതായിരിക്കും ആഫ്റ്റർ 18 years. ഒരു 15% നമ്മൾ ആനുവലി റിട്ടേൺ എടുക്കുകയാണെങ്കിൽ. സോ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പേരിൽ, അതായത് ഗാർഡിയന്റെ പേരിലോ അല്ലെങ്കിൽ പാരൻസിന്റെ പേരിലോ ഒരു KYC കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് കുട്ടിയുടെ പേരിൽ നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്ത് എല്ലാ മാസവും ഇട്ട് പോകാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ട് ഇട്ട് പോകുന്നതാണ്. ഒരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടുകൾ മാത്രം ഇട്ടാലേ ലോക്ക് ഇൻ പീരീഡ് ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ വേറെ ഫണ്ടാണ് സെലക്ട് ചെയ്യാണ്. എക്സാമ്പിൾ ടാറ്റ എത്തിക്കൽ ഫണ്ട്, അല്ലെങ്കിൽ ടാറ്റ ഡിജിറ്റൽ ഫണ്ട്, അല്ലെങ്കിൽ നിപ്പോൺ ഫാർമ ഫണ്ട്, ഇങ്ങനത്തെ ഏതെങ്കിലും വേറെ പെർട്ടിക്കുലർ ഫണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെയ്തതിന് ശേഷം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അണ്ടർ ദ കണ്ടീഷൻ, ഒരു കണ്ടീഷനേ ഉള്ളൂ അവിടെ, ആ കുട്ടിയുടെ പേരിൽ ആ സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും റിഡംഷൻ നടക്കുന്നത്. ആ കുട്ടിക്ക് നമ്മുടെ ഗാർഡിയന്റെ പേരിൽ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പാരൻസിന്റെ പേരിൽ അക്കൗണ്ടിൽ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. കുട്ടിയുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ആ പൈസ റിഡംഷൻ ത്രൂ ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ടിങ് 500 രൂപ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ കുട്ടികളുടെ പേരിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 500 rupees സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ കുട്ടികളുടെ പേരിലും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് വരട്ടെ. അവർക്കും 10 വയസ്സായ കുട്ടിയായാലും അവർക്കും ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് എന്നുള്ള. കാരണം തീർച്ചയായിട്ടും അവർക്കൊരു ഫിനാൻഷ്യൽ ലിറ്ററസി അവിടെ നമ്മൾ വളർത്തുകയാണ് നമ്മുടെ വീട്ടിൽ ത്രൂ ആയിട്ട്. സോ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അവരുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് ഏറ്റവും കുറഞ്ഞ എമൗണ്ടായ 500 രൂപയെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പരമാവധി എത്ര ഇടാൻ പറ്റുമോ അത്രയും എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ അധികം റിസ്ക് കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് നോക്കി നമ്മൾ ഏത് സമയത്ത് വിൽക്കണം അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ അതിനെ സെൽ ഔട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. മ്യൂച്വൽ ഫണ്ടിലുള്ള കാര്യം അതല്ല, മറിച്ച് അവരുടെ ഫണ്ട് മാനേജർ അവിടെ ഉണ്ട്. ഫണ്ട് മാനേജർ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നതായിരിക്കും. സോ നമുക്ക് വളരെ റിസ്ക് വളരെ കുറവെന്ന് പറയാം. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ടോ അതിനേക്കാൾ വളരെയധികം കുറവാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. താങ്ക് യു.